Hello everyone. Welcome to Inside Research Analytics Weekly Market Report. ഈ ഒരാഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2026 മെയ് 18 മുതൽ 22 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി ഈ ഒരാഴ്ച വലിയ ഉയർച്ചയോ ഇടിവോ ഇല്ലാതെ അത്യന്തം വോളറ്റൈൽ സാഹചര്യത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സെൻസസും നിഫ്റ്റിയും ചെറിയ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഓരോ ട്രേഡിംഗ് സെക്ഷനിലും കനത്ത ചാഞ്ചാട്ടങ്ങളാണ് നിക്ഷേപകർ കണ്ടിട്ടുള്ളത്. രാവിലെ ഗ്രീനിൽ തുറക്കുന്ന മാർക്കറ്റ് ഉച്ചയോടെ റെഡിലാവുകയും അവസാന മണിക്കൂറുകളിൽ വീണ്ടും തിരിച്ചു വരികയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ ഒരാഴ്ച മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. രൂപയുടെ മൂല്യം വീണ്ടും തകർന്നതും അന്താരാഷ്ട്ര തലത്തിൽ അനിശ്ചിതത്വം വർദ്ധിച്ചതും വിദേശ നിക്ഷേപകർ തുടർച്ചയായി ഇന്ത്യൻ ഓഹരികൾ വിറ്റഴിച്ചതും വിപണി സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. എന്നാൽ IT മേഖലയിലും വലിയ വാല്യൂ കമ്പനികളിലും ഉണ്ടായ വാല്യൂ ബൈയിങ് ആണ് വിപണി പൂർണ്ണമായും താഴേക്ക് പോകുന്നത് രക്ഷിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഡോളർ ശക്തമായതോടെ തന്നെ എക്സ്പോർട്ട് അധിഷ്ഠിത കമ്പനികൾക്ക് ഗുണം ലഭിക്കുകയും IT ഓഹരികളിൽ മികച്ച മുന്നേറ്റം കാണുകയും ചെയ്തിട്ടുണ്ട്. ഫാർമ മേഖലയിൽ നിന്നും മികച്ച റിസൾട്ടുകൾ പോസിറ്റീവ് സെന്റിമെന്റ് വിപണിക്ക് പിന്തുണയായി. അതേസമയം PSU ബാങ്കുകൾ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ചില ഫിനാൻഷ്യൽ ഓഹരികൾ എന്നിവയിൽ ശക്തമായ വിൽപ്പന സമ്മർദ്ദം തുടർന്നു. ഇതോടെ വിപണി ഒരു വ്യത്യസ്തമായ ദിശയിലേക്ക് റേഞ്ച് ബൗണ്ടായി തുടരുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആഴ്ചയിലെ ഓരോ ട്രേഡിംഗ് ദിവസം വ്യത്യസ്തമായ വികാരങ്ങളോടെയാണ് അവസാനിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച ചെറിയ നേട്ടത്തോടെ ആരംഭിച്ച വിപണി നിക്ഷേപകർക്ക് ഒരു പോസിറ്റീവ് പ്രതീക്ഷ നൽകിയെങ്കിലും ചൊവ്വാഴ്ച വീണ്ടും സമ്മർദ്ദം തിരിച്ചു വന്നു. വിദേശ നിക്ഷേപകരുടെ വിൽപ്പനയും രൂപയുടെ ദൗർബല്യവും കാരണം മാർക്കറ്റ് ചെറിയ നഷ്ടത്തിലേക്കാണ് പോയത്. ബുധനാഴ്ച IT ഫാർമ മേഖലയിലെ വാങ്ങലുകൾ വിപണിയെ വീണ്ടും ഉയർത്തി. എന്നാൽ വ്യാഴാഴ്ച വീണ്ടും വിൽപ്പന സമ്മർദ്ദം ശക്തമായി. വെള്ളിയാഴ്ച മികച്ച തിരിച്ചുവരവാണ് വിപണി കാഴ്ചവെച്ചത്. സെൻസസ് 230 പോയിന്റിലധികം ഉയർന്നപ്പോൾ നിഫ്റ്റി 23,703 മുകളിൽ ക്ലോസ് ചെയ്തു. ഈ ഒരാഴ്ച വിപണിയിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത ഒരു സെക്ടർ ഉയരുമ്പോൾ മറ്റൊന്ന് കനത്ത ഇടിവിലേക്ക് പോയതാണ്. അതിനാൽ ട്രേഡേഴ്സിന് വളരെ കഠിനമായ ഒരു ആഴ്ചയായിരുന്നു ഇത്. പ്രത്യേകിച്ച് ആഗോള വാർത്തകളും ക്രൂഡ് ഓയിലിന്റെ വിലയും ഓരോ ദിവസം വിപണിയുടെ ദിശ മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിലെ ഇന്ധനവില വർധനയും ഈ ഒരാഴ്ച വിപണിയിൽ വലിയ ചർച്ചയായി മാറി. മെയ് 15 പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വരെ ഉയർത്തിയതിന് പിന്നാലെ മെയ് 19 വീണ്ടും 90 പൈസ വരെ വർധനയുണ്ടായി. മുംബൈയിൽ പെട്രോളിന്റെ വില 107 രൂപ കടന്നപ്പോൾ ഡീസലിന് 94 രൂപയ്ക്ക് മുകളിലെത്തി. അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിലയിൽ ചാഞ്ചാട്ടമാണ് ഈ ഒരു വർധന പ്രധാന കാരണമായി മാറിയത്. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സംഘർഷങ്ങൾ തുടരുന്നതിനാൽ ഇന്ധനവില അടുത്ത മാസങ്ങളിലും ഉയർന്ന നിലയിൽ തുടരുമെന്ന ആശങ്ക നിലനിൽക്കുന്നു. ഇന്ധനവില ഉയർന്നത് ശക്തമായ ഗതാഗത ചെലവ് വർദ്ധിപ്പിക്കുകയും അതുവഴി സാധനങ്ങളുടെ വിലയും ഉയരാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇതോടെ ഇൻഫ്ലേഷൻ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇതേസമയം ഇന്ത്യയുടെ കോർ സെക്ടർ ഡേറ്റയിൽ ചെറിയൊരു പുരോഗതി കാണുന്നുണ്ട്. സിമന്റ്, സ്റ്റീൽ, വൈദ്യുതി മേഖലയിൽ വളർച്ച ഉണ്ടായത് ഒരു പോസിറ്റീവ് സൂചനയായി മാറി. HSBC PMI ഡേറ്റയും ഇന്ത്യയുടെ സർവീസ് മേഖലയിൽ ഇപ്പോഴും ശക്തമായ വളർച്ച തുടരുന്നതായി സൂചിപ്പിക്കുന്നു. എന്നാൽ മാനുഫാക്ചറിംഗ് മേഖലയിൽ വളർച്ചയുടെ വേഗത കുറഞ്ഞത് ആശങ്ക ഉയർത്തുന്ന കാരണമാണ്. ഫാക്ടറി ഉൽപാദനം കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഏറ്റവും സ്ലോ ആയിട്ടാണ് നീങ്ങുന്നത്. അതിനാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോൾ മിക്സ്ഡ് സൂചനകളാണ് ലഭിക്കുന്നത്. ആഗോള വിപണിയിലും ഈ ഒരാഴ്ച വലിയ സാമ്പത്തിക ചർച്ചകളാണ് നടന്നിട്ടുള്ളത്. ബ്രിട്ടനിൽ റീറ്റെയിൽ സെയിൽസ് ഇടിഞ്ഞതും ഉപഭോഗ ചെലവിൽ കുറഞ്ഞതും സാമ്പത്തിക സ്ലോനെസിന്റെ സൂചനയെ കണക്കാക്കപ്പെടുന്നു. എന്നാൽ അതേസമയം തന്നെ ബ്രിട്ടനിൽ ഇൻഫ്ലേഷൻ കുറയാൻ തുടങ്ങിയതും ഒരു പോസിറ്റീവ് സിഗ്നലാണ്. ഫ്രാൻസിലും ബ്രിട്ടനിലും PMI ഡേറ്റ വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്പിലെ സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും സമ്മർദ്ദത്തിലാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. മറുവശത്ത് ജപ്പാനിൽ പ്രതീക്ഷിതലും ശക്തമായ GDP വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്തത്. സെമികണ്ടക്ടർ കയറ്റുമതി വർദ്ധിച്ചതോടെ ജപ്പാന്റെ എക്സ്പോർട്ടുകൾ ശക്തമായി ഉയർന്നിട്ടുണ്ട്. മൊത്തത്തിൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഇന്ത്യൻ ഓഹരി വിപണി ഇപ്പോൾ ഒരു അതീവ സൂക്ഷ്മ ഘടകത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയ റാലിയോ കനത്ത ഇടിവോ ഇല്ലാതെ വിപണി ഒരു പരിധിക്കുള്ളിൽ തന്നെ ചാഞ്ചാട്ടം തുടരുകയാണ്. രൂപയുടെ ദൗർബല്യം, ഉയർന്ന ക്രൂഡ് ഓയിലിന്റെ വില, അമേരിക്കൻ ബോണ്ട് ഈൽഡുകൾ, മിഡിൽ ഈസ്റ്റ് സംഘർഷം, വിദേശ നിക്ഷേപകരുടെ വിൽപ്പന എന്നിവ അടുത്ത ദിവസങ്ങളിലും വിപണി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം IT, ഫാർമ, എക്സ്പോർട്ട് അധിഷ്ഠിത മേഖലകൾക്ക് ഡോളർ ശക്തി ഗുണകരമാകാം. നിക്ഷേപകർ ഇപ്പോൾ അമിത റിസ്ക് എടുക്കാതെ ശക്തമായ ഫണ്ടമെന്റലുള്ള കമ്പനികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതായിരിക്കും. SIP പോലെയുള്ള ദീർഘകാല നിക്ഷേപ രീതികൾ തുടരാം. അടുത്ത ആഴ്ച വരുന്ന സാമ്പത്തിക ഡേറ്റകളും ആഗോള വാർത്തകളും വിപണിയുടെ അടുത്ത നീക്കങ്ങൾ നിർണ്ണയിക്കുന്നതാണ്. കൂടുതൽ ഇത്തരത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിനും
റീറ്റെയിൽ മാർക്കറ്റ് അനാലിസിസിനും ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.